ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് പല്ലൊക്കെ വെച്ച് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വാപ്പിച്ചിൻ്റെ ഓഫീസിലൊക്കെ പോയി വരികയാണ്. പിന്നെ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാൻ കയറി. ഞാനും നാനിയെന്ന് ചോക്ലേറ്റ് ഷേക്കാണ് വാങ്ങിയത്. ഇമ്മച്ചി ഫ്രൂട്ട് സലാഡും വാപ്പച്ചി ലൈമുമാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി. ഞങ്ങളങ്ങനെ വാപ്പച്ചിൻ്റെ ഒപ്പം നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ ആൾക്കാരൊക്കെ വന്നത്. പിന്നെ വേറൊരു കപ്പൽ അവിടെ ഉണ്ട്. കാക്കനെ മടി വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞതാണ്. ആ ദൂരെ കാണുന്ന ഇന്ത്യൻ്റെ യുദ്ധക്കപ്പലാണ്. അവിടെ ഞങ്ങൾ എടുത്തുകൂടെ ഒക്കെ പോയിരുന്നു. അത് അടുത്തുനിന്ന് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ദൂരെയുള്ള വ്യൂ കാണിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഡോൾഫിനുകളൊക്കെ കുറേ ഡോൾഫിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് ആ സ്ഥലം അങ്ങനെ കഴിഞ്ഞു പോയി. നല്ല രസമുള്ളൊരു യാത്ര തന്നെ ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടേക്കൊന്ന് വരുന്ന ഈ വ്യൂ ഒന്ന് ആസ്വദിച്ച് നോക്കും. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അത് ഓരോരോ ദ്വീപുകളും സ്ഥലമൊക്കെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ആ ദ്വീപിൻ്റെ പ്രത്യേകതയും പിന്നെ ആ സ്ഥലം ഏതാന്നൊക്കെ ഒന്ന് പറഞ്ഞുതരും.
ഗൈഡ് ഞാൻ ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടി തന്നെ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ ഇത് പോകണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാ എൻ്റെ പോലെ ചെറുതിൽ പോയിക്കണേ. പക്ഷെ ചെറുത് ഇത്രക്കൊന്നല്ലാണ്, കുറെ കാട്ടുകൂടൊക്കെ വീഡിയോയിലായതുകൊണ്ട് ഇത്രയ്ക്ക് ഭംഗിയില്ല. പക്ഷെ ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയാണേ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ AC റൂമൊക്കെ വന്നേക്കാണ്. അവിടെ ഡീറ്റെയിൽ ഉണ്ടോ വന്നേക്കണ്ട, ലൈറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്കാണ് പോയത്. അവിടെ ബീച്ചിൻ്റെ ഒക്കെ ഒരു വൈബാണ്. കുറച്ചൊക്കെ വെയിലുണ്ടേനി വന്നപ്പോൾ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ മാറി. പിന്നെ ഞാൻ തിരര് കുതിക്കാനുള്ള ഇതിലാട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക ഇവിടെ ഇങ്ങനെ എത്തി. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇങ്ങനെ നടന്ന്. പിന്നെ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു കട കണ്ട്. അവിടെ ഉപ്പിലിട്ട മാങ്ങയും പിന്നെ ഉപ്പിലിട്ട മസാല മാങ്ങി ഉണ്ടായിരുന്നു. അങ്ങനെ തിന്ന് ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പിൻ്റെ അനിയൻ ഇങ്ങനെ കുരങ്ങന്മാരെ പോലെ ഇങ്ങനെ തൂങ്ങാണ്. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാൻ തൂങ്ങാൻ പരിശ്രമിക്കുകയായിരുന്നു ഗായ്സ്. അപ്പം ഞാൻ പറ്റുന്നില്ല ഗായ്സ്. പിന്നെ ഞങ്ങളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പാർക്കിലെത്തി. അവിടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കളിക്കുകയാണ്. ഞാനിങ്ങനെ സീസോയിൽ കളിക്കുകയാണ്. ഇവിടുത്തെ സീസോയിൽ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുവപ്പ് ചെറുതാണ്, നീലയാണ് കേട്ടോ വലുത്. അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ റൈഡ്സും കുറേ ആൾക്കാർക്ക് ഒപ്പം തന്നെ കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബും ലൈക്കൊക്കെ ചെയ്യണേ.